IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി സുഗാന്തിനെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സുഗാന്ത് വേറെയും സ്ത്രീകളെ പീഡിപ്പിച്ചിരുന്നുവെന്നും ഇവരിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതിന് തെളിവുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അറസ്റ്റിലായ സുഗാന്തിനെ ജൂൺ 10-ാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുഗാന്ത് കഴിഞ്ഞ ദിവസമാണ് കൊച്ചി DCPക്ക് മുമ്പിൽ ഹാജരായത്. തുടർന്ന് ഇന്ന് വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കി. ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ച അമ്മാവൻ മോഹനെ കേസിൽ 2-ാം പ്രതിയായി ചേർത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയ്ക്ക് പുറമെ മറ്റ് 2 യുവതികളെ കൂടി ഇയാൾ ചൂഷണം ചെയ്തതായി തെളിയിക്കുന്ന വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. സഹപ്രവർത്തകയായിരുന്ന യുവതി, ഇയാൾക്കൊപ്പം ജയ്പൂരിൽ IAS പരിശീലനത്തിന് ഉണ്ടായിരുന്ന മറ്റൊരു യുവതി എന്നിവരെയും ശാരീരികമായും സാമ്പത്തികമായും സുഗാന്ത് ചൂഷണം ചെയ്തു എന്നാണ് റിപ്പോർട്ട്. വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇയാൾ യുവതികളെ ചൂഷണം ചെയ്തിരുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ ഇന്നലെയാണ് മുൻ IB ഉദ്യോഗസ്ഥ സുഗാന്ത് സുരേഷ് കൊച്ചിയിൽ കീഴടങ്ങിയത്. ജാമ്യം അനുവദിച്ചാൽ കേസിനെ ഗുരുതരമായി ബാധിക്കുമെന്ന വിലയിരുത്തലിലായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചത്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം പേട്ട പോലീസിന് പ്രതിയെ കൈമാറിയത്. തുടർന്ന് വഞ്ചിയൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിനൊരുങ്ങുകയാണ് പോലീസ്. നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതിയെ പിടികൂടുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് സാക് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.